श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम लोकाभिराम जय। അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്ത് ഞാനിരുന്നിതു. ഭഗവാനോട് പറയുന്നു, അങ്ങ് വരുന്നതും കാത്ത് ഞാനിരുന്നു. എന്തിനു വേണ്ടിയിരുന്നു? മുൻപ് ദേവകളോടും കമലാസനനോടും ഭവാൻ, അങ്ങ് മുൻപ് ബ്രഹ്മാവിനോടും ദേവന്മാരോടും ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. അങ്ങ് പാലാഴി തീരത്തിൽ നിന്ന് പറഞ്ഞുവല്ലോ, ഘോര രാവണൻ തന്നെ കൊന്ന് ഞാൻ ഭൂമണ്ഡല ഭാര അപഹരണം ചെയ്തിടുവൻ എന്ന് തന്നെ അങ്ങ് പ്രതിജ്ഞ ചെയ്തിരുന്നുവല്ലോ. സാരസാസന സകലേശ്വരാ ദയാനിധേ, ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിയിടിനേൻ. അന്നു മുതൽ ഞാൻ ഈ വനത്തിലുണ്ട്. ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ, നേരിട്ട് ആ അവതാരമൂർത്തിയെ കാണുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്ക് മുന്നം, ഇനി ഭഗവാനെ താത്വികമായിട്ട് വാഴ്ത്തുകയാണ്. അങ്ങ് ഈ ലോകസൃഷ്ടിക്ക് മുൻപ് ഏകനായി ആനന്ദനായി ലോകകാരണനായിട്ട് വികൽപ്പ ഉപാധി വിരഹിതൻ. വികൽപ്പം എന്നാൽ രണ്ട് എന്ന ചിന്ത. ആ ഉപാധി, ആ ഒരു മാധ്യമം ഇല്ലാത്തവൻ, വിരഹിതൻ. എന്നിട്ട് തന്നുടെ മായ തനിക്ക് ആശ്രയഭൂതയായിട്ട്, തൻ്റെ മായയെ തനിക്ക് ആശ്രയഭൂതയാക്കിയിട്ട് തന്നുടെ ശക്തിയെന്നും ആ പരമാത്മാവിൻ്റെ ശക്തി പരാശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തു. മുൻപ് പറഞ്ഞു, ഇവിടെ സൃഷ്ടി നടത്തുന്നതിന് മുൻപ് ആദ്യം ആ സത്യത്തെ ആവരണം ചെയ്യും. എന്നിട്ട് തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നു. പ്രകൃതിയുടെ ആ ഗുണങ്ങളെ, സത്വരജ തമോ ഗുണങ്ങളെ അനുസരിപ്പിക്കുന്നു. ഇങ്ങനെ നിർവ്യാജം, അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തവണ്ണം വേദാന്തികൾ ചൊല്ലുന്നു. വേദാന്തികൾ ഇപ്രകാരമാണ് ഈ ലോകസൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതം എന്ന് ഉപനിഷത്ത് വശാൽ, അവ്യാകൃതം എന്നാൽ വെളിപ്പെടാത്തത് എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും. ഇവിടെ ഒരേ മായയെ തന്നെ പല പേരിൽ വിളിക്കുന്നു എന്ന് പറയുകയാണ്. മൂലപ്രകൃതിയാണെന്ന് പറയുന്നു. ചിലവർ സംസാരമാണ്, ഈ ലോകമാണ് എന്ന് പറയുന്നുണ്ട്. വിദ്വാൻമാർ അവിദ്യ എന്നും പറയുന്നുവല്ലോ. ഈ സത്യത്തെ അറിഞ്ഞവർ ഈ മായയെ അവിദ്യയാണ്, ഇതാണ് അജ്ഞത എന്ന് പറയുന്നുവല്ലോ. ഇങ്ങനെ ശക്തിയെ പല നാമം ചൊല്ലുന്നു, പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ, ഭഗവാന്റെ തന്നെ പ്രേരണയാലാണ് മായ ക്ഷോഭിക്കുന്നത്. അവിടെ സത്വരജ തമോ ഗുണങ്ങളൊക്കെ ഒരേപോലെ നിന്നിരുന്ന മായയിൽ ക്ഷോഭം സംഭവിക്കുമ്പോഴാണ് ഇവയ്ക്ക് ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ട്, അങ്ങനെയുള്ള ആ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവു. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും. പുരാ, മുൻപ്, അതായത് ആദ്യം മഹത്തത്വം, പിന്നെ അഹങ്കാരം. ഇത് പലതവണ നമ്മൾ കണ്ടതാണ്. മഹത്തത്വവും അഹങ്കാരവും സംസാരവും, ഇതാണ് ഇതിൻ്റെ ഒരു ക്രമം. ഇങ്ങനെ മഹത് വേദികൾ, ഇതിനെ അറിഞ്ഞവർ,
മൂന്നായി ചൊല്ലിയിടുന്നു. ഇവ മൂന്നും മൂന്നായിട്ടിങ്ങനെ പറയുന്നു. ഇനി സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും. ഇതിൽ ആ മഹത്തത്വം ബുദ്ധിതത്വവും മൂന്നായിട്ടുണ്ട്, അഹങ്കാരവും മൂന്നായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഇതൊക്കെ സത്വ രജോ തമോ ഗുണങ്ങളായിട്ട് വീണ്ടും മൂന്നായി പിരിയുന്നു. താമസത്തിങ്കൽ നിന്ന്, താമസ അഹങ്കാരത്തിൽ നിന്ന് സൂക്ഷ്മതന്മാത്രകൾ, ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം തുടങ്ങിയ തന്മാത്രകളും പിന്നീട് അതിൽ നിന്നായിട്ട് ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും, ഭൂമിയാണ് ഏറ്റവും അവസാനമുണ്ടായ ഭൂതം. ഇങ്ങനെ ഭൂമി ഏറ്റവും അവസാനമായിട്ട് മറ്റെല്ലാ ഭൂതങ്ങളും ഉണ്ടായി. പിന്നെ രാജസത്തിങ്കൽ നിന്ന്, രാജസഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും അവയുടെ ദേവതകളായ തേജോരൂപങ്ങളായ ദേവതകളും ഉണ്ടായി. പിന്നെ സാത്വികത്തിങ്കൽ നിന്ന് മനസ്സുമുണ്ടായി വന്നു. ഇതെല്ലാം ചേർന്നാണ് സൂത്രരൂപകം ലിംഗം, ലിംഗശരീരം, സൂക്ഷ്മശരീരം എന്ന് പറയുന്നത്. അത് ഇവറ്റിൽ നിന്ന്, ഈ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായി. അന്തഃക്കരണം എന്ന പ്രത്യേകമായ ആ ഒരു 4 എണ്ണം, ബുദ്ധി, അഹങ്കാരം, ചിത്തം, മനസ്സ്, ഇവ. ഇനി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്ന്, ഇവിടെ സർവത്ര നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന സ്ഥൂല പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാം കൂടെ ചേർന്ന് ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്ന് കേൾപ്പൂ. ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു അണ്ടമായി തീർന്ന് ആ അണ്ടം പിളർന്ന് പുറത്തു വന്നതാണ് വിരാട് പുരുഷൻ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. അങ്ങനെയുള്ള ആ വിരാട് പുരുഷന്റെ ശരീരഭാഗങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചമായിട്ട്, സ്ഥൂല പ്രപഞ്ചമായിട്ട് നമ്മൾ കാണുന്നത്. തിങ്ങിയിടും ചരാചര ലോകങ്ങൾ, ചരവും അചരവുമായിട്ടുള്ള ലോകങ്ങളാകുന്നതും, ഒപ്പം ദേവമാനുഷ തിര്യഗ്യോനി ജാതികൾ, തിര്യക് എന്നാൽ തിരശ്ചീനമായി പോകുന്ന പക്ഷിമൃഗാദികൾ, ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായുണ്ടായി വന്നു. സ്ഥാവരവും ജംഗമവും നിലനിൽക്കുന്നത്, അതായത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്, ചലിക്കുന്നതുമായിട്ടുള്ള ഇവിടുത്തെ എല്ലാ ചരാചരങ്ങളും ഇതൊക്കെ തൊന്മായാഗുണങ്ങളെ ആശ്രയിച്ചാണ്. ഇനി അതേ മായാഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ഇതിൽ ലോകസൃഷ്ടിക്ക് രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാവായ ബ്രഹ്മാവ് ആ പരമാത്മാവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുണ്ടായി. ഇനി സത്വമായ ഗുണത്തിങ്കൽ, സത്വമാം ഗുണത്തിങ്കൽ നിന്ന് രക്ഷിപ്പാൻ, ഈ ലോകത്തെ രക്ഷിപ്പാൻ സ്ഥിതി പരിപാലകനായിട്ട് വിഷ്ണു, രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും. തമോ രൂപത്തിൽ നിന്നാണ്, തമോ ഗുണത്തിൽ നിന്നാണ് രുദ്രൻ ഇവിടെ സംഹരിക്കാനായിട്ടുണ്ടായി വന്നത്. ഇനി ബുദ്ധിജാതകളായ വൃത്തികൾ, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഇതേപോലെ സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള വൃത്തികൾ ഉണ്ടായി. അതും ഗുണത്രയം, 3 ഗുണങ്ങളെ ആശ്രയിച്ച് നിത്യം അംശിച്ച് എന്നാൽ ആശ്രയിച്ചിട്ട് ജാഗ്രത് സ്വപ്ന സുഷുപ്തി, ജാഗ്രത അവസ്ഥ, നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി, ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ. എന്നാൽ ഇതിനൊക്കെ സാക്ഷിയായ ആ ഭഗവാനായിട്ടുള്ള ഭവാൻ നിവൃത്തനാണ്, ഇതിനോടൊന്നും പറ്റിക്കൂടുന്നില്ല, നിത്യനാണ്, ഏകൻ, അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യാൻ ഇച്ഛിച്ചു ഭവാൻ. എപ്പോഴാണോ അങ്ങ് ഇവിടെ ഒരു സൃഷ്ടി നടത്തണം എന്ന് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. അപ്പോഴാണ് മായയെ ആശ്രയിച്ചിട്ട് തന്മൂലം ആ ഗുണസഹിതമായ മായയെ ആശ്രയിക്കുന്നത് കൊണ്ട് ഗുണരഹിതനായ ഭഗവാൻ ഗുണവാനെപ്പോലെയായതു. ഭവാൻ ഗുണവാനെപ്പോലെയാകുന്നു, നമുക്കങ്ങനെ തോന്നുകയാണ്.
ഒരു സ്ഫടികപാത്രത്തിൻ്റെ അടുത്ത് ചുവന്ന പൂവ് വെക്കുമ്പോൾ ആ സ്ഫടികപാത്രവും ചുവപ്പായി തോന്നുന്നത് പോലെ എന്നൊരു ഉദാഹരണം മുൻപ് നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് ഭഗവാനിൽ ഇതൊക്കെ ആരോപിക്കുന്നത്. ത്വൻ മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ, അങ്ങയുടെ മഹാമായ രണ്ടു വിധമായിട്ടാണ് ഉള്ളത്. അത് വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യയ. വിദ്യാസ്വരൂപിണിയായിട്ടും മായ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അവിദ്യാസ്വരൂപിണിയും ആ മായ തന്നെ. ഇങ്ങനെ രണ്ടായിട്ട് പറയുന്നു. വിദ്യ എന്നല്ലോ ചൊൽവൂ നിവൃത്തി നിരതന്മാർ. നിവൃത്തി എന്നാൽ കർമ്മങ്ങളിലൊന്നും സംഘമില്ലാതെ ഈ ലോകത്ത് പ്രവൃത്തി ചെയ്യുന്നവരാണ് നിവൃത്തിക്കുന്നവർ, നിവൃത്തി നിരതന്മാർ എന്ന് പറയുന്നത്. അതായത് താൻ കർമ്മം ചെയ്യുന്നു എന്ന ചിന്തയില്ലാതെ കർമ്മം ചെയ്യുക, അവരാണ് നിവൃത്തി നിരതന്മാർ. അവർ ഈ മായയെ വിദ്യ എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ജ്ഞാനത്തെ കൊടുക്കുന്നതും ഈ പ്രകൃതി തന്നെയാണ്. ഇനി അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം, അതേസമയം അവിദ്യയിൽ മുങ്ങിയിരിക്കുന്ന ജനങ്ങളാകട്ടെ ജനനം മുതൽ മരണം വരെ എന്തൊക്കെയോ ചെയ്ത്, എന്തിനൊക്കെയോ വേണ്ടി ചെയ്ത്, ഇതൊക്കെയാണ് ഈ ലോക ജീവിതം, ഇതിൽ നിന്നൊക്കെയാണ് എനിക്ക് സുഖം കിട്ടേണ്ടത് എന്ന് വിചാരിച്ച് പ്രവൃത്തി നിരതന്മാരാണ്. അവർ പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. അപ്പോൾ ആ മായയുടെ വിദ്യാസ്വരൂപത്തെ ആശ്രയിക്കുന്നവർ മോക്ഷത്തിലേക്ക് നടന്നെടുക്കുന്നു. ആ അവിദ്യയിൽ മുങ്ങിപ്പോകുന്നവർ വീണ്ടും വീണ്ടും കർമ്മം ചെയ്തും വീണ്ടും ജന്മമെടുത്തും ഇങ്ങനെ ഈ സംസാര സാഗരത്തിൽ മുങ്ങിപ്പോകുന്നു. വേദാന്ത വാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. ഇനി ആരാണ് വിദ്യയുള്ളവർ? വേദാന്തവാക്യം, ഈ ഉപനിഷത്ത് വാക്യത്തിൻ്റെ അർത്ഥം അത് അറിഞ്ഞവർ, വേദികൾ അറിഞ്ഞവർ. അങ്ങനെ അറിയുമ്പോഴെന്താണ്, ഇവിടെ ഈശ്വരൻ എന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ വെറും തോന്നലാണ് എന്നതുകൊണ്ട് ഇവിടെ കാണപ്പെടുന്നവയൊക്കെ ഈശ്വരനാണ് എന്ന ചിന്തയിൽ സമബുദ്ധികളായി എല്ലാവരോടും സമചിന്തയോടുകൂടെ അതുപോലെ തന്നെ ആ ഭഗവാനെ അറിയാൻ, ഭഗവാനിൽ ശരണാഗതി അടയുകയല്ലാതെ വേറെ വഴിയില്ല എന്നതിനാൽ പാദഭക്തന്മാരായുള്ളവർ, എപ്പോഴും ഭഗവാനിൽ ശരണാഗതി അടയുന്നവർ, ഇവരാണ് വിദ്യാത്മകന്മാർ. ഇനി അവിദ്യാവശകന്മാർ നിത്യസംസാരികൾ. അവർ എപ്പോഴും ഈ സംസാരത്തിൽ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ എന്തൊക്കെയോ നേടാനുണ്ട് എന്ന് ചിന്തിച്ച് അങ്ങനെ അവരെ അവശ്യം, ഇവരാണ് ഇത്തരത്തിലുള്ളവരാണ്, ഈ സംസാരത്തെ സത്യമെന്ന് കരുതുന്നവരാണ് അവിദ്യാവശകന്മാർ എന്ന് അവശ്യം തീർച്ചയാണ് എന്ന് തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസ ഏകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ഇവിടെ വിദ്യ എന്നതുകൊണ്ട് ആത്മവിദ്യ, ആത്മവിദ്യ അഭ്യസിക്കുക, കേൾക്കുക, ശ്രദ്ധയോടെ കേൾക്കുക, മനനം ചെയ്യുക, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക. ഇതാണ് വിദ്യാഭ്യാസ ഏകരതന്മാർ. അതിൽ തന്നെ മുഴുകിയിരിക്കുക. അങ്ങനെയുള്ള ജനങ്ങളാണ് പിന്നീട് നിത്യമുക്തന്മാരായി തീരുന്നത് എന്ന് അങ്ങനെ ആയിത്തീർന്നവർ തത്വജ്ഞന്മാർ ചൊല്ലുന്നു. ത്വന്മന്ത്ര ഉപാസകന്മാരായുള്ള ഭക്തന്മാർക്ക്, രാമമന്ത്രം മാത്രം ഉപാസിക്കുന്ന ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ, നിർമ്മലയായ ശുദ്ധവിദ്യയായ ആ ആത്മജ്ഞാനം താനേ സംഭവിച്ചിടും. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. മറ്റുള്ള മൂഢന്മാർക്ക്, എന്നാൽ അങ്ങനെ ചെയ്യാത്തവർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. എന്നാൽ രാമമന്ത്ര ജപത്തിൽ അങ്ങനെ മുഴുകിയിരിക്കാത്തവർക്ക് എത്ര ജന്മം കഴിഞ്ഞാലും ഈ ഒരു വിദ്യ ലഭിക്കുന്നതല്ല. ആകയാൽ ത്വദ്ഭക്തി സമ്പന്നന്മാരായുള്ളിവർ
ഏകാന്തമുക്തന്മാരില്ല ഏതും സംശയമോർത്താൽ. അതുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ തുടക്കമെന്നത് നിഷ്കാമമായ ഭക്തിയാണ്. ആ ഭക്തി സമ്പന്നന്മാർ ആയുള്ളവർ ഏകാന്തമുക്തന്മാർ, ഇല്ല ഏതും ഒരു സംശയവും ഇല്ല. അതേസമയം ത്വദ്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം ഭഗവാനിലുള്ള ഭക്തി എന്നത് അമൃതമാണ്. അതാണ് സുധ. ത്വദ്ഭക്തി സുധ. ഭഗവാനിലുള്ള ഭക്തി എന്നത് ഒരു അമൃത നിഷ്യന്തിയാണ്. അത് ഇല്ലാത്ത ഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. അവർക്കൊന്നും അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവുകയില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധു. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു? ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. ഇങ്ങനെ ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. വളരെ ചുരുക്കി ഞാൻ പറഞ്ഞാൽ സാധുസംഗതി തന്നെ മോക്ഷകാരണം. ആ ഈശ്വരനെ അറിഞ്ഞ സാധുക്കൾ, സജ്ജനങ്ങൾ, അവരോടുള്ള സംസർഗം, അതാണ് സാധുസംഗതി. ആ സജ്ജന സംസർഗം തന്നെയാണ് മോക്ഷകാരണം എന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ സംസർഗം നമ്മെയും നമുക്കും ഊർജം തരുന്നത്. കാരണം അവർ സമചിത്തന്മാരല്ലോ. സുഖവും ദുഃഖവും ഒരേപോലെ സ്വീകരിക്കുന്ന, സുഖത്തിൽ അത്യധികമായി ആഹ്ലാദിക്കാതെ അതേസമയം ദുഃഖത്തിൽ അമിതമായി വിഷാദം വരാതെ ഉള്ളവരാണ് സമചിത്തന്മാർ. അപ്പോൾ സജ്ജനങ്ങൾ എന്നതുകൊണ്ട് ഇത്തരക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും. തൻ്റെ കയ്യിലുള്ളതേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ ഭഗവാനെ അറിഞ്ഞനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള സജ്ജനങ്ങൾ ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി ബോധിപ്പിച്ചിടും. അവരാകട്ടെ നിസ്പൃഹന്മാരായി, യാതൊന്നിലും ആഗ്രഹമില്ലാതെ, ഇവിടെ നിന്നൊന്നും നേടാനില്ല എന്ന ചിന്ത അവർക്ക് ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിഗത ഏഷണന്മാരായി, വിത്തേഷണ, പുത്രേഷണ, ദാരേഷണ. ഏഷണ എന്നാൽ ആഗ്രഹം, അതിയായ ആഗ്രഹം. ഒരു ഭാര്യ വേണം, കുട്ടികൾ വേണം, അവരെ പോറ്റാൻ ധനം വേണം. ഇതാണ് പ്രധാനപ്പെട്ട 3 ഏഷണകൾ. ഈ ഏഷണകൾ വിഗതം എന്നാൽ പോവുക, പോയിട്ടുള്ള. അതുകൊണ്ടാണ് സദാ ഭക്തന്മാരായി, അങ്ങനെയുള്ളവർക്കേ ഭഗവാനിൽ ഭക്തി ഉറച്ചു കിട്ടുകയുള്ളൂ. എന്നിട്ട് നിവൃത്ത അഖിലകാമന്മാർ. വിഗതേഷണ ആയിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇനി ഒന്നും ഇവിടെ നേടാനില്ല. അതാണ് പ്രധാനപ്പെട്ട 3 ആഗ്രഹങ്ങൾ. അതുകൊണ്ട് അഖിലകാമനകൾ, ഈ ലോകത്ത് മറ്റെന്താഗ്രഹവും ഇതിനെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ട് ഒരാഗ്രഹവും ഇല്ലാതെ നിവൃത്തമായിട്ട് ഇഷ്ട അനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി. നേരത്തെ പറഞ്ഞത് തന്നെ, സമചിത്തത എന്നാൽ ഇഷ്ടമുള്ളത് സംഭവിച്ചാലും അനിഷ്ടമുള്ളത് സംഭവിച്ചാലും രണ്ടും ഒരേപോലെ നോക്കിക്കാണുക. നഷ്ടസംഗന്മാർ, സംഘം എന്നാൽ അറ്റാച്ച്മെന്റ്, ഒന്നിനോടും സംഘമില്ലാതെ സന്യസ്ത കർമാക്കളായി. കർമ്മം സന്യസിക്കുക എന്നാൽ താൻ ഇത് ചെയ്യുന്നു എന്ന മമത ഇല്ലാതെ ചെയ്യുക. അതാണ് കർമ്മം സന്യസിക്കുക എന്ന് വെച്ചാൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ തുഷ്ടമാനസന്മാരായി, അങ്ങനെയുള്ളവർക്ക് മാത്രമേ പൂർണ്ണമായ ആനന്ദം ലഭിക്കുകയുള്ളൂ. എന്നിട്ട് ബ്രഹ്മതൽപരന്മാരായി, എപ്പോഴും ആ പരമാത്മജ്ഞാനത്തിൽ തൽപരന്മാരായി, ശിഷ്ടാചാര ഏകപരായണന്മാരായി. ശിഷ്ടാചാരം എന്നാൽ ഉള്ളിൽ നിന്ന് കാമം, ക്രോധം, ലോഭം, മോഹം, മതം ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ നല്ല ആചാരങ്ങളായിത്തീരും.
മറ്റുള്ളവർക്ക് നന്മ വരണം എന്നാഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ് ശിഷ്ടാചാരങ്ങൾ. അതിൽ പരായണന്മാരായി അതിൽ തന്നെ മുഴുകി നിത്യം യോഗാർത്ഥം, യോഗം എന്നാൽ ഈശ്വരനോട് കൂടിച്ചേരുക, അതിനുവേണ്ടി യമനിയമാദി സമ്പന്നന്മാരായിട്ട് ഏകാന്തേ ശമദമ സാധനം, സാധന എന്നാൽ ശമദമ സാധന, ഇന്ദ്രിയ നിഗ്രഹവും മനോനിഗ്രഹവും ഇതൊക്കെ ചെയ്തിട്ട് യുക്തന്മാരായി സാധുക്കൾ, ഇങ്ങനെയുള്ള സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസി, അങ്ങനെ ഉള്ളവരുടെ മനസ്സിൽ ഭവത് കഥാശ്രവണേ രതിയുണ്ടാം. അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ടേയിരിക്കാൻ വലിയ ഇഷ്ടമുണ്ടാകും. അങ്ങനെ കേൾക്കുന്നത് കൊണ്ടാകട്ടെ കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. ഭക്തി വർദ്ധിക്കുമ്പോൾ ഉള്ളിൽ ഭഗവാൻ അനുഭവവേദ്യനാകും. അതാണ് വിജ്ഞാനം. ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. അപ്പൊ ഇതൊക്കെ ഒരു തുടർച്ചയായി നടക്കുന്ന ഒരു ക്രമത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. സജ്ജന സംസർഗം, അതിൽ നിന്ന് ഭഗവത് കഥാ ശ്രവണത്തിലുള്ള ആ ഒരു ആഗ്രഹം, അടങ്ങാത്ത കൊതി, അതിലൂടെയുള്ള ഭക്തി വർധനം, എന്നിട്ട് ജ്ഞാനം, അത് വിജ്ഞാനമായിത്തീരുന്നു. ഇങ്ങനെ വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം, ഇതൊക്കെ ഗുരുമുഖത്ത് നിന്ന് കിട്ടിയിട്ട് സ്വയം അനുഭവിക്കുക, ഇതാണ് വിജ്ഞാനം. ആകയാൽ ത്വദ്ഭക്തിയും, ഭഗവാനെ അങ്ങയിൽ ഭക്തിയും, നിങ്കലെ പ്രേമവായ്പും, ഭഗവാനെ മതി എന്ന ചിന്ത തന്നെ വേണം, അതാണ് പ്രേമം. രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ, അതെനിക്കുണ്ടാകണം ഭഗവാനെ. ത്വത്പാദാബ്ജങ്ങളിലും, അങ്ങയുടെ ആ താമര പോലെയുള്ള പാദങ്ങളിലും, ത്വത്ഭക്തന്മാരിലും, അങ്ങയിൽ മാത്രമല്ല അങ്ങയിൽ ശരണാഗതി അടഞ്ഞ ആ ഭക്തന്മാരിലും, ഉൾപ്പൂവിൽ, എൻ്റെ ഉള്ളിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ഭഗവാനിൽ മാത്രമല്ല ഭക്തി ഉണ്ടാകേണ്ടത്, ഭഗവാനെ മനസ്സിൽ വെച്ച് അത്രയധികം ഭഗവാനിൽ പ്രേമവായ്പുള്ള ആ ഭക്തന്മാരിലും ഭക്തി ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മം, ഇന്ന് എൻ്റെ ജന്മം സഫലമായി. ഇന്ന് മൽക്രതുക്കളും ഞാൻ ചെയ്ത യാഗങ്ങളൊക്കെ വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നിതും മന്നേത്രവും, എൻ്റെ കണ്ണുകൾക്ക് ഇന്നാണ് സാഫല്യമുണ്ടായത്. സീതയാ സാർദ്ധം ഹൃദി വസിക്ക, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് സീതയോടുകൂടെ സദാ വസിക്ക ഭഗവാനെ. സീതാവല്ലഭ ജഗന്നായക ദശരഥേ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നുവേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം എല്ലാ സമയത്തും മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. കുംഭസംഭവൻ ഇതി സ്തുതിച്ചു ഭക്തിയോടെ, അഗസ്ത്യ മഹർഷി ഇങ്ങനെ ഭക്തിയോടെ സ്തുതിച്ചു. എന്നിട്ട് ജംഭാരി തന്നാൽ, ജംഭൻ എന്ന അസുരന്റെ ശത്രുവായിട്ടുള്ള ഇന്ദ്രനാൽ മുന്നം നിക്ഷിപ്തമായ, മുൻപ് അഗസ്ത്യ മഹർഷിക്ക് കൊടുത്ത ഒരു ചാപം, ദിവ്യ ചാപം, അത് തൂണീരത്തോടും അമ്പുകൾ നിറച്ച ആവനാഴിയോടുകൂടെ കൊടുത്തു. അതുമാത്രമല്ല ഖഡ്ഗത്തോടും ഒരു വാളും കൊടുത്തു. അങ്ങനെ ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഇതൊക്കെ ആ രാവണ നിഗ്രഹത്തിന് ഉപകാരപ്പെടാൻ വേണ്ടി കൊടുത്തതാണ്. എന്നിട്ട് പറഞ്ഞു, ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ, ഈ ഭൂമിക്ക് ഭാരമായി തീർന്ന ആ രാക്ഷസ വംശം തന്നെ നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകിടാതെ, ഒട്ടും താമസിയാതെ അങ്ങയാൽ ഈ ഒരു വംശം തന്നെ ഇല്ലാതാവണം. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിന് മർത്യനായി പിറന്നതും, അതിനാണല്ലോ അങ്ങ് മായയെ സ്വയം സ്വീകരിച്ച്
രാക്ഷസവധത്തിന് മനുഷ്യനായി പിറന്നത്. 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഇവിടെ നിന്ന് ഒരു 2 യോജന അങ്ങ് ചെല്ലുമ്പോൾ പഞ്ചവടിയാണ്. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ച് അതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. ഇനി രാവണവധത്തിന്റെ ആ കാലം വരെ ഇനി അങ്ങ് പഞ്ചവടിയിൽ പോയി താമസിക്കുക. അത് ഗൗതമീ നദിയുടെ തീരത്താണ്. സത്വരം തത്രൈവ വസിച്ച് നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുക. അവിടെ തന്നെ വസിച്ച് നീ ദേവന്മാർ ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ ചെയ്യുക, സത്വരം ചെയ്യുക എന്നുടൻ അനുജ്ഞ നൽകി, ഒരു നിർദ്ദേശം നൽകി മുനി. ശ്രുത്വാ ഏതത്, ഇത് കേട്ടിട്ട് സ്തോത്രസാരം അഗസ്ത്യ സുഭാഷിതം, വളരെ വലിയ തത്വങ്ങളടങ്ങിയ ഈ സുഭാഷിതം, നല്ല ഭാഷണം, അഗസ്ത്യ മഹർഷി പറഞ്ഞ ഈ ഭാഷണം, ഈ ഒരു സ്തുതി തത്വാർത്ഥ സമന്വിതം. രാഘവൻ തിരുവടി ഇത് കേട്ടിട്ട് ഈ തത്വാർത്ഥ സമന്വിതം അഗസ്ത്യ സുഭാഷിതം ശ്രുത്വാ കേട്ടിട്ട് രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു. തൻ്റെ കയ്യിലുള്ള ബാണവും ചാപവും ഒക്കെ അവിടെ നിലത്ത് വച്ചിട്ട് വീണുടൻ നമസ്കരിച്ച് അഗസ്ത്യ പാദാംബുജം, അങ്ങനെ അഗസ്ത്യ മഹർഷിയുടെ ആ പാദാംബുജം വീണ് നമസ്കരിച്ചു, ദണ്ഡ നമസ്കാരം ചെയ്തു. പിന്നീട് അഗസ്ത്യ മഹർഷി യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. അങ്ങനെ സുമിത്രാത്മജനോടും ജാനകീദേവിയോടും ഭഗവാൻ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു. ജടായു സംഗമം. അദ്രി ശൃംഗ ആഭം, അദ്രി പർവ്വതം, പർവ്വതത്തിൻ്റെ കൊടുമുടി, അത്രയും ഉന്നതിയുള്ള ഒരു പർവ്വതത്തിന് ആഭം എന്നാൽ തുല്യം, പർവ്വതാകാരനായിട്ട് തത്ര പദ്ധതി മധ്യേ, വഴിമധ്യേ കണ്ടു പത്രിസത്തമനാകും, പക്ഷിശ്രേഷ്ഠനാകും വൃദ്ധനാം ജടായുഷം, ജടായുസിനെ കണ്ടു. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു. ഈ ഒരു പക്ഷി സത്തമനെ കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ വിസ്മയം പൂണ്ടു, അത് വളർന്നു എന്നാണ്, അതാണ് വളർന്നൊരു വിസ്മയം. അങ്ങനെ രാമൻ പക്ഷെ പെട്ടെന്ന് വിചാരിക്കുന്നത് ഏതോ രാക്ഷസനാണ് എന്നാണ്. ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ, രക്ഷസാം പ്രവരൻ ഈ കിടക്കുന്നത്, ഇത് ഏതോ രാക്ഷസപ്രവരനാണെന്ന് തോന്നുന്നു, മുനിഭക്ഷകൻ, ഇവനൊക്കെ ആയിരിക്കാം ഇവിടുത്തെ മുനിമാരെ ഭക്ഷിക്കുന്നത്, നീ കണ്ടതില്ലയോ സഖേ, വില്ലിങ് തന്നീടു നീ, ഭീതിയുണ്ടാകില്ല, നീ പേടിക്കേണ്ട, കൊല്ലുവൻ ഇവന ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോട് യുദ്ധം രാമൻ ചൊന്നത് കേട്ട് പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. ലക്ഷ്മണനോട് ഇങ്ങനെ പറയുന്നത് കേട്ട ജടായു പേടിച്ചിട്ട് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, വധ്യനല്ല അഹം, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല. തവ താതന്, അങ്ങയുടെ അച്ഛന് ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ, അങ്ങയുടെ അച്ഛൻ ഈ കാട്ടിലൊക്കെ വരുന്ന സമയത്ത് എന്നെ അത്രയും ഇഷ്ടമായിരുന്നു, അങ്ങനെയുള്ള വയസ്യനാണ് ഞാൻ, സുഹൃത്താണ്, അങ്ങയുടെ അച്ഛൻ്റെ സുഹൃത്താണെന്നറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. അങ്ങേക്കും എന്താണോ ഇഷ്ടം, അങ്ങയുടെ ഒരു ദാസനായിട്ടിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ അങ്ങയുടെ ഇഷ്ടത്തെ ഞാൻ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല, ഞാൻ അങ്ങയാൽ കൊല്ലപ്പെടേണ്ടവനല്ല, ഭവദ്ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. ഇത് കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രൻ ആശ്ലേഷം ചെയ്തിട്ട് അനുഗ്രഹം നൽകി. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്ത് വസിക്കുന്നീ, ശരി, എങ്കിൽ ഞാൻ എവിടെയാണോ താമസിക്കുന്നത് ഇവിടെ അടുത്ത്
ആശ്രമം കെട്ടി ഞാൻ താമസിക്കുമ്പോൾ അതിനടുത്തായിട്ട് നീയുമിരിക്കുക. സങ്കടമിനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല, നിനക്കൊരു സങ്കടവും ഉണ്ടാവുകയില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാൻ, അതു കഷ്ടം കഷ്ടം. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ നിന്നെ സംശയിച്ചു പോയല്ലോ. കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ, എൻ്റെ ഒരു ഉത്തമനായ ദാസനായി കിങ്കരനായി നീ ഇനി അങ്ങോട്ട് വാഴുക എന്ന് പറഞ്ഞു. ഇതായിരുന്നു ജടായുവുമായിട്ടുള്ള ഭഗവാന്റെ ആദ്യ സമാഗമം. അങ്ങനെ പഞ്ചവടി എന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിൽ അമ്മാറ്, സീതാലക്ഷ്മണ സമേതനായി അവിടെ പർണശാലയും തീർത്ത് ലക്ഷ്മണൻ മനോജ്ഞമായി വളരെ മനോഹരമായ ഒരു പർണശാലയൊക്കെ തീർത്തു. പർണപുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവുമുണ്ടാക്കിനാൻ, ഇലകളും പുഷ്പങ്ങളുമൊക്കെ കൊണ്ട് അവിടെ ഒരു മനോഹരമായ കിടക്കയുമുണ്ടാക്കി. ഉത്തമ ഗംഗാനദിക്ക് ഉത്തരതീരെ, ശ്രേഷ്ഠയായ ആ ഗംഗാനദിയുടെ വടക്ക് തീരത്തിൽ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീദേവിയോടും. ഇനി ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. കദളി പനസ ആമ്രാദി അഖിലം. കദളി വാഴ, പനസം പ്ലാവ്, ആമ്രം മാവ് ഇത്യാദി ഫലവൃക്ഷ ആവൃത കാനനെ. അതേസമയം ജനസമ്പാദ വിവർജിതം, അവിടെ സാധാരണക്കാരായ ജനങ്ങൾ ഒട്ടുമില്ലാത്ത സ്ഥലം. അതുകൊണ്ട് തന്നെ നീരുജസ്ഥലെ, ആരാലും ഒരു ശല്യവുമില്ലാത്ത ആ സ്ഥലത്ത് വിനോദിപ്പിച്ചു ദേവി തന്നെ, സീതാദേവിയെ രമിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. അവിടെ എങ്ങനെയായിരുന്നോ അവർ സന്തോഷിച്ച് ജീവിച്ചത്, അതേപോലെ പഞ്ചവടിയിലും ജീവിച്ചു. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം, എല്ലാ ദിവസവും ലക്ഷ്മണൻ ഫലമൂലാദികൾ കൊണ്ടുകൊടുക്കും. പലവും അങ്ങനെ പല രീതിയിലുള്ള ഫലമൂലാദികൾ കൊണ്ടുവന്ന് കൊടുക്കും പ്രീതിയോടെ. അതൊരു സന്തോഷമായിട്ട് ലക്ഷ്മണൻ കരുതിപ്പോന്നു. മാത്രമല്ല രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ച് ആസ്ഥയ, വളരെ ശ്രദ്ധയോടെ ചുറ്റുപാടും ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കും. രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. പിന്നീട് രാവിലെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതക്കാലെ ഗൗതമി തന്നിൽ കുളിച്ച് അർഘ്യവും കഴിച്ച് ഉടൻ, അവിടെ ഗൗതമി നദിയിൽ കുളിച്ച് ആ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. അന്നന്നത്തെ ആവശ്യത്തിനുള്ള ജലവും ലക്ഷ്മണൻ എടുത്തുകൊണ്ടുവരും. ഇങ്ങനെ വാരം വാരം ഇങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു. പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ഒരു ദിവസം ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ. ലക്ഷ്മണൻ ഒരു ദിവസം അങ്ങനെ ഇരുന്ന സമയത്ത് ശ്രീരാമചന്ദ്രനെ കൈകൂപ്പിക്കൊണ്ട് ഇപ്രകാരം ചോദിച്ചു. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാം അടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം എൻ്റെ അജ്ഞാനത്തെ നീക്കാൻ തക്ക വിധത്തിൽ അങ്ങ് മുക്തിമാർഗത്തെ, ആ മോക്ഷമാർഗത്തെ അരുൾ ചെയ്യുക. അത് എന്തൊക്കെ ചേർന്നതാണ്? ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം. ജ്ഞാനം അറിവ്, അത് അനുഭവപ്പെടുത്താനുള്ള വിജ്ഞാനം, ഭക്തി വൈരാഗ്യം, ഇവയെല്ലാം ചേർന്ന എന്നതാണ് ചിഹ്നമെല്ലാം എന്നതുകൊണ്ട്. ഇവയൊക്കെ ചേർന്നിട്ട് മാനസാനന്ദം വരുമാർ അരുൾ ചെയ്തിടണം. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അത്രയധികം സന്തോഷമുണ്ടാകും. അതുപോലെ എനിക്ക് രസിക്കുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു തരണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ല, ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. അങ്ങാണ് ഈ ഒരു കാര്യം ഉപദേശിക്കാൻ അങ്ങയെ പോലെ യോഗ്യനായ ഗുരു വേറെയില്ല. ശ്രീരാമൻ അതു കേട്ടു. ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴി പോലെ.
കാരണം ഏതൊരു ഗുരുവും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു ശിഷ്യനിൽ നിന്ന്, ഉത്തമ ശിഷ്യനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഉപദേശത്തെയാണ്. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം, അത് വളരെ രഹസ്യമായിട്ടുള്ള ഈ ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. ഇത് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ വികൽപ്പങ്ങൾ, വികൽപ്പം എന്നാൽ രണ്ട്, ഇവിടെ പ്രപഞ്ചം എന്ന ഒന്നുണ്ട്, ഈശ്വരൻ ഒന്ന് വേറെയുണ്ട്, ഇങ്ങനെയുള്ള ഈ ഭ്രമമൊക്കെ മാറും. മുമ്പിനാൽ ഞാൻ ആദ്യം മായാസ്വരൂപത്തെ ചൊല്ലിയിടുവൻ അൻപോട്, പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. ആദ്യം ഈ ജ്ഞാനത്തെ മറച്ചു കളയുന്ന മായയുടെ സ്വരൂപത്തെക്കുറിച്ച് ഞാൻ പറയാം. എന്നിട്ട് ജ്ഞാനത്തെക്കുറിച്ച്, ആ ജ്ഞാനം എങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ച് പറയാം. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നീട് ഈ അറിവ് എങ്ങനെ അനുഭവപ്പെടുത്താം എന്നും ഞാൻ പറയാം. വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമല്ലോ. ഏതൊന്നിനെയാണോ അറിയേണ്ടത്, അങ്ങനെ അറിയപ്പെടേണ്ടതായ ആ ആത്മസ്വരൂപത്തെക്കുറിച്ചും ഞാൻ പറയാമല്ലോ. ജ്ഞേയമായുള്ള, അറിയേണ്ടതായിട്ടുള്ള പരമാത്മാനം അറിയുമ്പോൾ, ആ പരമാത്മാവിനെ കുറിച്ച് അറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ഈ മായാ സംബന്ധത്താലുള്ള ഭയം, അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്ര ഭയം, അതൊക്കെ നീങ്ങുമല്ലോ. ഇനി എന്താണ് മായ എന്ന് പറയുന്നു? ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ. ഇവിടെ ആത്മാവായിട്ട്, ആ പരമാത്മാവായിട്ട് ഒന്നു മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ചൈതന്യമേ ഉള്ളൂ. പക്ഷേ ആത്മാവല്ലാത്ത ദേഹാദികളിൽ ആത്മാവാണ്, ഇതാണ് ഞാൻ എന്നുള്ള ബോധം, അതെന്താണോ ഈ ജഗത്തിൽ, ഈ മൂന്ന് ജഗത്തിലുമുള്ളത്, ഇതാണ് മായയാകുന്നത്. മായയാകുന്നത് നിർണയം, ഇതാണ് മായ. ആത്മാവല്ലാത്ത ദേഹത്തിനെ ആത്മാവാണെന്ന് കരുതി ആ ദേഹവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിൽ സംഘം വെക്കുക. ആ ദേഹത്തിന് സുഖം വരണം, ദേഹത്തെ അറിയുന്ന മനസ്സിന് സുഖം വരണം, ഇങ്ങനെയുള്ള ചിന്തകളിൽ പെട്ട് ഉഴറുന്നു. ഇതാണ് മായ. ഇങ്ങനെയുള്ള മായ ഉള്ളത് കൊണ്ടാണ് കായസംബന്ധമാകും ഈ ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംസാരം, ഈ ലോകമുണ്ട് എന്ന് തോന്നുന്നത്, സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപ ആവരണങ്ങൾ എന്ന് രണ്ടു രൂപം മായയ്ക്ക് എന്നറിക സൗമിത്രേ നീ. ഈ മായ ഇവിടെ പ്രകടമാകുന്നത് തൻ്റെ രണ്ട് ശക്തികളെ കൊണ്ടാണ്. ഒന്ന് വിക്ഷേപം, മറ്റൊന്ന് ആവരണം. ഇതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നു. ആദ്യത്തെ വിക്ഷേപമാണ്. ഈ ലോകമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് ഈ വിക്ഷേപ ശക്തിയാണ് എന്നതറിയുക അതിസ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും. ഇത് തന്നെ സ്ഥൂലം സൂക്ഷ്മം ഇങ്ങനെയുള്ള ഭേദങ്ങളോടുകൂടെ ഈ വിക്ഷേപശക്തി സത്വരജ തമോ ഗുണങ്ങളായിട്ട് മാറിയിട്ടാണ് ഇവിടെ ഈ പ്രപഞ്ചമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത്. ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും. ഈ മായയിലാണ് ആദ്യം ലിംഗാദി എന്നാൽ അന്തഃകരണാദി, മഹത്തത്വവും മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം, ഇവിടെ ഞാൻ എന്ന ഒരു വ്യക്തി പ്രത്യേകമായി ഉണ്ടെന്ന ബോധമാണ്, ആ ഒരു ചിന്തയാണ് അഹങ്കാരം. ഇങ്ങനെയുള്ള ഈ അന്തഃകരണത്തെയാണ് ലിംഗാദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തുടങ്ങി ഇങ്ങോട്ട് ബ്രഹ്മാവ് മുതൽ തുടങ്ങി ഈ ഏറ്റവും ചെറിയ പ്രാണി വരെ ഇതൊക്കെ തന്നെ ആ അവിദ്യാരൂപമാണ്. മായയുടെ ഈ അവിദ്യാരൂപത്തിൽ നിന്നാണ് നമുക്ക് സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നത്. ഇങ്ങനെ
ഇവിടെ എനിക്ക് സ്വന്തം എന്ന് പറഞ്ഞ് കുറച്ചു പേരുണ്ട് എന്നും അവരോട് എനിക്ക് ഇഷ്ടമുണ്ട്, കുറച്ചു പേരെ എനിക്ക് ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ഒരു സംഘം ഈ ദോഷമാണ്. ഇതൊക്കെ ഒരു ദോഷമായിട്ട് പറയുന്നു. ഈ ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതൊക്കെ അവിദ്യാരൂപമായിട്ടുള്ള മായയാണ്. അതേസമയം ഇതേ മായ തന്നെ ജ്ഞാനരൂപിണിയാകും വിദ്യയായത് മറ്റേത്. ഈ മായയ്ക്കപ്പുറത്ത്, എന്നാൽ മായയിൽ തന്നെ ആ വിദ്യാസ്വരൂപം ഉണ്ട് എന്നാണ് പറയുന്നത്. മായയുടെ തന്നെ വിദ്യാസ്വരൂപമുണ്ട്. അത് ആ പരമാത്മാവിലേക്ക് എത്തിക്കുന്ന വഴിയാണത്. അതാണ് ജ്ഞാനരൂപിണിയാകും വിദ്യയായത് മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. ഈ മായയുടെ വിദ്യാരൂപത്തെ അറിഞ്ഞാൽ അത് നമുക്ക് ആനന്ദത്തെ തരുന്നു. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. ഈ മായയാണ് ഇങ്ങനെയൊരു വിശ്വമുണ്ടെന്ന് കൽപ്പിക്കുകയാണ്, അവിടെ തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മായ കൊണ്ടല്ലോ വിശ്വം ഉണ്ടെന്ന് തോന്നിക്കുന്നു. ഇവിടെ ലോകം ഉണ്ടെന്നത് ഒരു തോന്നലാണ്. അത് മായയുടെ ആവരണം കൊണ്ടാണ്. അതിന് എല്ലായ്പ്പോഴും പറയുന്ന ഉദാഹരണമാണ് രജ്ജു ഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ. രജ്ജു കയറിൻ്റെ ഖണ്ഡം, കഷണത്തിൽ ഒരു കയറ് കഷണം ഒന്ന് തിരിഞ്ഞു പോയാൽ ഒരു അരണ്ട വെളിച്ചത്തിൽ പെട്ടെന്ന് പന്നകം സർപ്പമാണോ പാമ്പാണോ എന്ന് തോന്നുന്നത് പോലെയാണ് ചൈതന്യം മാത്രമുള്ള ഈ ജഗത്തിൽ ചരാചരങ്ങളായിട്ട് ഒരു ലോകം ഉണ്ട് എന്ന് തോന്നുന്നത്. നിശ്ചയം വിചാരിക്കിൽ ഏതും ഒന്നില്ല. യഥാർത്ഥത്തിൽ സ്വപ്നത്തിൽ ഉണർന്നവന് ഇവിടെ താൻ കണ്ടതൊക്കെ വെറും സ്വപ്നമായിരുന്നു എന്നതുപോലെ ആ മായയിൽ നിന്ന് ഉണർന്നവന് മാത്രമേ ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലോകമേ ഇല്ല എന്ന് മനസ്സിലാവുകയുള്ളൂ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും അവർ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഒപ്പം മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം, ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ്. വിചാരിക്കലില്ലാതൊന്നല്ലോ, ഇല്ലാത്ത ഒന്നിനെ നമ്മളായിട്ട് സങ്കല്പിച്ച് ഉണ്ടാക്കുകയാണ്. വിഭ്രമം കളഞ്ഞാലും വികൽപ്പം ഉണ്ടാകേണ്ട. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് ഈ രണ്ട് എന്ന ചിന്ത ഇല്ലാതാക്കുക, വികൽപ്പം ഉണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായത് ദേഹം. ഇവിടെ ഈ ജന്മസംസാരം, ഈ ഒരു ലോകം എന്നതൊരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ വേര് എന്ന് പറയുന്നത് ഈ ദേഹാഭിമാനമാണ്. അതാണ് ജന്മസംസാര വൃക്ഷത്തിന് മൂലമായിരിക്കുന്നത്, അതിന് വേരായിട്ടിരിക്കുന്നത് ദേഹമാണ്. ദേഹം ഉണ്ടാകുമ്പോഴാണ് ഈ ദേഹത്തോട് അഭിമാനമുണ്ടാവുന്നതും അതുമായി ബന്ധപ്പെട്ട തന്മൂലം പുത്ര കളത്രാദി സംബന്ധമെല്ലാം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, ഇങ്ങനെയൊരു ബന്ധമൊക്കെ നമ്മളായിട്ട് സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ്. ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം. ഈ ദേഹമെന്നത് പഞ്ചഭൂതങ്ങളുടെ ഒരു സമ്മേളനമാണ്. ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഈ ദേഹത്തോടുള്ള നമ്മുടെ ഈ ഒരു സംബന്ധം അതൊക്കെ ഈ മായയിൽപ്പെട്ട് നമുക്ക് തോന്നുന്നതാണ്. ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി, മനസ്സ്, ചിത്തം ഇവയൊക്കെ മൂലപ്രകൃതി എന്നിതെല്ലാം. ഇന്ദ്രിയ ദശകം 10 ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ചിത്തം ഇവയെല്ലാം ചേർന്ന ആ അന്തഃകരണവും മൂലപ്രകൃതിയാണ്. ഇതൊക്കെ ആ മായയിൽ നിന്നുണ്ടായതാണ്. ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ഇതൊക്കെ ഒരുമിച്ച് അങ്ങനെ ഒന്നിൽ സമ്മേളിക്കുമ്പോഴാണ് ഓർത്തു കണ്ടാൽ
അത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെ ക്ഷേത്രം എന്ന് പറയാം. അതായത് ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സങ്കലനമാണ് ക്ഷേത്രമായത്. ദേഹമെന്നുമുണ്ടല്ലോ നാമം. ഈ ദേഹത്തിനെ തന്നെയാണ് ക്ഷേത്രം എന്ന് വിളിക്കുന്നത്. ഈ മൂലപ്രകൃതിയിൽ നിന്നുണ്ടായ 10 ഇന്ദ്രിയങ്ങളും അന്തഃകരണവും പഞ്ചഭൂതങ്ങൾ ചേർന്ന ഈ ഒരു ശരീരവും എല്ലാം കൂടെ ചേർന്നതാണ് ഈ ദേഹം. എന്നിവറ്റിങ്കൽ നിന്ന് വേറൊന്ന് ജീവനതും. എന്നാൽ ഈ നിശ്ചലമായിട്ടുള്ള ജഡമായിട്ടുള്ള ഈ ദേഹത്തെ നിലനിർത്തുന്നത് അതിൽ നിന്നും ഭിന്നനായിട്ടുള്ള അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജീവനാണ്. നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. നിശ്ചലൻ എന്നാൽ അവിടെ ജഡം എന്നല്ല, ചലിപ്പിക്കുന്ന ശക്തി എപ്പോഴും അവിടെ നിശ്ചലമായിട്ട് ഇരിക്കും. എന്നാൽ ചൈതന്യവത്താണ്. നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ. ഇനി ജീവാത്മാവിനെ കുറിച്ച് പറയാം. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഇത് രണ്ടല്ല. ഒന്ന് ബിംബമാണെങ്കിൽ മറ്റൊന്ന് പ്രതിബിംബം. ഇനി അല്ലെങ്കിൽ ഇത് പര്യായ പദങ്ങളാണ്. രണ്ടും ഒരേ ശക്തിയുടെ ഒരേ ചൈതന്യത്തിൻ്റെ 2 പേരുകൾ. ഒന്ന് സമഷ്ടിയിൽ, അതായത് ആ ഒരു ടോട്ടാലിറ്റി. മറ്റൊന്ന് വെഷ്ടി, ഓരോ വ്യക്തിഗതമായിട്ട്. ഇത് മാത്രമാണ് വ്യത്യാസം. ഭേദം ഏതുമേയില്ല, രണ്ടും ഒന്നത്രേ നൂനം. ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ. അവരാണ് ഇതിന് ഭേദമുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇനി മാനവും ഡംഭം, ഹിംസ, വക്രത്വം, കാമം, ക്രോധം. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഈശ്വരനെ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയാതെ പോകുന്നത്? ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അഭിമാനബോധം, അതും ഈ ദേഹം ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഒരു വ്യക്തി എന്ന അഭിമാനബോധം. ഇനി ഡംഭം, ഞാൻ എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞവനാണ് എന്ന ആ ഒരു കപടമായ ധാർമ്മിക ബോധമാണ് ഡംഭം. ഹിംസ, മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുന്നത് ഹിംസ. വക്രത്വം, അതായത് നേരെ കാര്യങ്ങൾ പറയാതെ ഒരു കാര്യവുമില്ലാതെയൊക്കെ കളവ് പറയുക, കാര്യങ്ങൾ വളച്ചു കെട്ടി പറയുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം ഒരിക്കലും നല്ലതല്ല. അതാണ് വക്രത്വം. കാമം, എത്രയൊക്കെ അനുഭവിച്ചാലും തീരാത്ത ആഗ്രഹങ്ങൾ. ഇനി അതിൻ്റെ ബാക്കിപത്രമായി വരുന്ന ക്രോധം. ഇതൊക്കെ മാനസേ വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം. ഇതൊക്കെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ തന്നെ സന്തോഷം അത് സ്വാഭാവികമായി വന്നു ചേരും. ഒപ്പം അന്യ ആക്ഷേപാദികളും. ഈ ലോകത്ത് നമ്മളിനി എങ്ങനെ നന്നായി ജീവിച്ചാലും അങ്ങനെയുള്ളവരെയും ആക്ഷേപിക്കാൻ ഇവിടെ ആളുകളുണ്ടാകും. എന്നാൽ മറ്റുള്ളവരുടെ നല്ലത് കേൾക്കാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്ന ചിന്തയാൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതിനെയൊക്കെ സഹിക്കുക എന്ന് വെച്ചാൽ അതിനെയൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. അങ്ങനെ സമബുദ്ധ്യ മന്യൂഭാവവും, ഇവിടെ ആ ഒരു മാനഭാവം, ഞാൻ എന്ന ഭാവം വരുമ്പോഴാണ് ഈ ആക്ഷേപങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ആ ഒരു ഈഗോ ഉള്ളിലുണ്ടാകുമ്പോഴാണ്. അതിനെ കളഞ്ഞാൽ പിന്നെ ഇതൊന്നും നമ്മെ ബാധിക്കില്ല. അങ്ങനെ അതിനെയൊക്കെ അകലെ കളഞ്ഞ് അനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്ത്. എന്തിനാണ് നമുക്ക് ഈ മനുഷ്യജന്മം? നമ്മെ തന്നെ ശുദ്ധീകരിക്കാനാണ്. അതുകൊണ്ട് ആ ഒരു ഗുരുവിനെ കിട്ടുകയാണെങ്കിൽ ഗുരുവിൻ്റെ സേവ ചെയ്ത് നിജ ചിത്തശുദ്ധിയും, ആദ്യം മനഃശുദ്ധി വരുത്തണം. ചിത്തശുദ്ധിയും പിന്നെ ദേഹശുദ്ധിയും. ഇപ്പോൾ ദേഹശുദ്ധിക്ക് മാത്രമാണ് പൊതുവെ എല്ലാവരും വലിയ നിഷ്ഠകളൊക്കെ കൊടുക്കുന്നത്. എന്നാൽ ചിത്തശുദ്ധിയാണ് വളരെ വളരെ പ്രധാനം. ഇതൊക്കെ കൊണ്ട് നിത്യവും സത്കർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ ചെയ്യുന്നതൊക്കെ നല്ല കർമ്മങ്ങളായിരിക്കണം. എന്നിട്ട് സത്യത്തെ സമാശ്രയിച്ച് ആനന്ദസ്വരൂപനായിട്ട്,
സത്യമായിട്ടുള്ളതിനെ ആശ്രയിക്കുന്നയാൾക്ക് ഒരിക്കലും കളവ് പറയാൻ പറ്റില്ല, കളവ് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വാക്കും സത്യവാക്കായി തീരും. അങ്ങനെ ആനന്ദസ്വരൂപനായി മാനസ വചന ദേഹങ്ങളെ അടക്കി തൻ മാനസെ വിഷയസൗഖ്യങ്ങളെ ചിന്തിക്കാതെ, നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ് പ്രവൃത്തിയായിട്ട് വരുന്നത്. അപ്പോൾ ചിന്തകളെ തന്നെ നമ്മൾ ഒന്ന് സംസ്കരിച്ചെടുക്കണം. അപ്പോൾ വിഷയങ്ങളെക്കുറിച്ച്, വിഷയചിന്തകളെ വെടിഞ്ഞ് കഴിയുന്നത്ര ഈശ്വര ചിന്തയിൽ ഇരിക്കണം. ഇനി ഇങ്ങനെ ഈശ്വര ചിന്തയിൽ ഇരിക്കാനും വൈരാഗ്യം വരാനും ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? ജനന ജരാ മരണങ്ങളെ ചിന്തിച്ച്, ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഉള്ളിൽ ഈ ലൗകികതയോട് ഒരു ആഭിമുഖ്യം വരുമ്പോഴൊക്കെ മനസ്സിൽ ചിന്തിക്കുക, ഞാൻ ആരോടൊക്കെ ഈ അടുപ്പം കാണിക്കുന്നുവോ അവരെത്ര കാലം ഈ ലോകത്തുണ്ടാകും, എനിക്ക് എത്ര കാലം അവരെ സന്തോഷിപ്പിക്കാൻ പറ്റും, അവർക്ക് എത്ര കാലം എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ താൽക്കാലികമാണ്. എനിക്കും അവർക്കുമൊക്കെ പ്രായമാകും, ജര വരും, മരണമുണ്ട്. ഇങ്ങനെ ഒരു ചിന്ത എപ്പോഴും വന്നു കഴിയുമ്പോൾ തന്നെ ഉള്ളിൽ അനഹങ്കാരം വരും. ഒന്നിലും അഹങ്കരിക്കാൻ തോന്നുകയില്ല. കാരണം അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് പോലും അറിയാത്ത ഈ ലോകത്തിൽ എന്തിനെ കുറിച്ച് ഓർത്താണ് നമ്മൾ അഹങ്കരിക്കുന്നത്? മാത്രമല്ല സമഭാവനയോടും. ഇവിടെ ചിന്തിച്ചാൽ നമ്മുടേതായിട്ടുള്ള ഒരു സങ്കല്പമാണ് വലിയവൻ ചെറിയവൻ എന്നൊക്കെയുള്ള ഈ ഒരു വേർതിരിവ്. അതൊക്കെ മാറ്റിവെച്ച് എല്ലാം ഒരേ ഈശ്വര ചൈതന്യമാണ്. ഇനി ദേഹമെടുത്താലും എന്താ വ്യത്യാസം? ചില നിറവ്യത്യാസങ്ങളല്ലാതെ ദേഹത്തിലുള്ളതിനും അതിലൂടെയുള്ള പ്രവർത്തനങ്ങൾക്കും ഒന്നിനും ഒരു വ്യത്യാസമില്ല. അപ്പോ ഈ വ്യത്യാസമൊക്കെ നമ്മളായിട്ടുണ്ടാക്കിയതാണ്. അങ്ങനെ അതൊക്കെ മാറ്റിയിട്ട് സമഭാവനയോടും സർവ ആത്മാവാകും എങ്കൽ ഭഗവാൻ പറയുന്നു, ഞാനാണ് നിങ്ങളുടെയൊക്കെ ഉള്ളിലെ ആത്മാവ് എന്ന് ചിന്തിച്ച് എന്നിൽ ഉറച്ച മനസ്സോടും സർവത എല്ലായ്പ്പോഴും രാമരാമേത്യമിത ജപത്തോടും. നിങ്ങൾക്ക് എത്ര ജപിച്ചാലും അത് കൂടുതലല്ല. ഇത്ര പ്രാവശ്യം എന്നൊരു നമ്മൾ സംഖ്യയൊക്കെ വെക്കാറുണ്ട്, 108, 1008. പക്ഷെ അതൊക്കെ അത്രയെങ്കിലും ജപിക്കട്ടെ എന്ന് വിചാരിച്ചാണ്, ഒരിക്കലും കൂടുതലല്ല. അതുകൊണ്ട് അമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു. ഇവിടെ പുത്രന്മാരോടും ഭാര്യമാരോടും ഭാര്യയിലും ബന്ധുക്കളിലുമൊക്കെ നിസ്നേഹത്വം, അവരെ സ്നേഹിക്കരുത് എന്നാണ്. അപ്പൊ ഇവിടെ സ്നേഹിക്കരുത് എന്ന് വെച്ചാൽ സംഘം വെക്കാതിരിക്കുക, മമത്വം, എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, ഇങ്ങനെ ഈ എൻ്റെ എന്നുള്ളതിന് അങ്ങോട്ട് സ്ട്രെസ് കൊടുക്കാതിരുന്നാൽ മതി. ഒന്നും ആർക്കും സ്വന്തമല്ല. ആരും ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ നിന്ന് ഇല്ലാതെയാകും. അപ്പോൾ ഏതോ ജന്മത്തിലെ ചില കർമ്മഫലങ്ങളാൽ ചിലവർ കൂടിച്ചേർന്നിരിക്കുന്നു കുറച്ചു നാളത്തേക്ക് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് അവരെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുക. എൻ്റേതായതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്നല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ എല്ലാവരെയും കണ്ട് സ്നേഹിക്കുക. ശക്തിയും ഒന്നെങ്കിലും കൂടാതെ, അതാണ് ആ ശക്തി, ആസക്തിയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. അല്ലാതെ അവരെ വെറുക്കുക എന്നല്ല അർത്ഥം. ആസക്തിയാണ് ഇല്ലാതെയാക്കേണ്ടത്. കൂടാതെ നിരന്തരം ഇഷ്ട അനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട്, നമ്മളോട് ആരെങ്കിലും ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചാലും അനിഷ്ടമുള്ളത് പ്രവർത്തിച്ചാലും അതിനോടൊന്നും ഒരു പ്രത്യേക ഒരു വ്യത്യാസം കാണിക്കാതെ എല്ലാം തുല്യഭാവത്തോട്, അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ സന്തുഷ്ടനായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ ലക്ഷ്മണൻ ചോദിച്ചത് ആത്മോപദേശത്തിനാണ്. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കുടുംബത്തിൽ ഇരുന്നാൽ പോലും ഇടക്കൊക്കെ നമ്മുടേതായ ഒരു സാധനയ്ക്ക് സമയം കണ്ടെത്തുക തന്നെ വേണം. അത്
ഉത്തരവാദിത്തമൊക്കെ തീരുന്നതിന് മുൻപേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ കർമ്മയോഗം നമുക്ക് ആചരിക്കാവുന്നതാണ്. എന്നാൽ മക്കളൊക്കെ വലുതായി അവരുടെ വഴിക്ക് പോയി കഴിഞ്ഞാൽ സാധനയ്ക്ക് ഏറ്റവും നല്ല സമയം എന്ന രീതിയിൽ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തണം. അല്ലാതെ അപ്പോഴും മക്കളെ വിളിച്ച് അവരുടെ അടുത്ത് പോയി അവരിങ്ങോട്ട് വരുന്നത് കാത്തിരുന്ന് ഇങ്ങനെ വെറുതെ സമയം കളയരുത്. കാരണം ഈ മനുഷ്യജീവിതം അമൂല്യമാണ്. അപ്പോൾ കിട്ടുന്ന സമയം സാധനയ്ക്കായിട്ട് നമ്മൾ ചെലവഴിക്കണം. അതിനായിട്ട് വിവിക്ത ശുദ്ധസ്ഥലേ, സാധന ചെയ്യാനായിട്ട് ഒരു സ്ഥലം നമ്മളായിട്ട് തയ്യാറാക്കണം. എന്നിട്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത് കഴിയുന്നത്ര സമയം സ്വാധ്യായം ചെയ്യണം. പല പുരാണ ഗ്രന്ഥങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക. അതുപോലെ പതുക്കെ ധ്യാനമൊക്കെ പരിശീലിക്കുക. കഴിയുന്നത്ര ക്ഷേത്രദർശനവും ഒപ്പം വ്രതം, ഉപവാസം തുടങ്ങി ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അതൊക്കെ ചെയ്തുകൊണ്ട് കഴിയുന്നത്ര ഈശ്വര ചിന്തയിൽ ഇരിക്കുക എന്നർത്ഥം. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ എത്ര കുറച്ച് ചെയ്താൽ പോലും അത് അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു നീക്കിയിരിപ്പാണ്. അതുകൊണ്ട് കഴിയുന്നത്ര സമയം വെറുതെ കളയാതെ സാധന ചെയ്യുക. പ്രായമാകുമ്പോൾ ആളുകൾക്ക് പൊതുവെ ഒരു ചിന്തയുണ്ട്, ഇനി എന്ത് ചെയ്യാനാണ് എന്ന ഭാവം. അതൊരിക്കലും പാടില്ല. ഏറ്റവും നല്ല സമയം നമുക്ക് ആധ്യാത്മികതയ്ക്കായിട്ട് മാറ്റിവെക്കാവുന്ന ഒരു നല്ല സമയമാണത്. അത് ആ രീതിയിൽ തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിനായിട്ട് നമ്മുടെ ദിവസത്തിലെ കുറേ സമയം മാറ്റിവെക്കുക തന്നെ വേണം. ഇതിൻ്റെ കൂടെ മമത്വമില്ലാതെ, സംഘമില്ലാതെ മക്കളെയും മറ്റു ബന്ധുക്കളെയും ഒക്കെ നമുക്ക് സ്നേഹിക്കുകയും ചെയ്യാം. ഈ രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ പ്രായമായി കഴിഞ്ഞാലും നമുക്ക് തന്നെ ഊർജ്ജസ്വലരായിട്ട് ജീവിക്കാം. ജീവിതത്തിൻ്റെ ആ മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ആ ഒരു ചിന്ത തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തെ തരികയും ചെയ്യും. ആത്മജ്ഞാനം നേടുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ എന്നും എക്കാലത്തും ഒരുപോലെ സന്തോഷമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ളവർ പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത് ഒട്ടും. പ്രാകൃത ജനങ്ങൾ എന്നാൽ ഈ ലോക ജീവിതമാണ് സുഖം എന്ന് വിചാരിച്ച് ഈ ലോക ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന, അതുകൊണ്ട് തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കാതെ മത്സരബുദ്ധിയോടുകൂടെ ഈ ലോകത്ത് ജീവിക്കണം, എന്നാലേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി തന്നേക്കാൾ മറ്റൊരാൾ ഉയരുന്നത് കാണുമ്പോൾ അസൂയയോടെ നോക്കിക്കാണുക. തനിക്കെന്തെങ്കിലും നേട്ടം വരുമ്പോൾ അതിൽ മതം ഉണ്ടാവുക. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുകയോ സംഘം ചേരുകയോ ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിലെ ആ ദുർവാസനകൾ നമ്മെയും ബാധിക്കും. കാരണം ശുദ്ധമായ പാലാണെങ്കിലും ഒരു തുള്ളി വിഷം മതി നമ്മുടെ നാശത്തിനോ അല്ലെങ്കിൽ ആരോഗ്യം ചീത്തയാകാനോ. അതുകൊണ്ടാണ് ആത്മീയതയിലേക്ക് മുന്നേറണം എന്നാഗ്രഹിക്കുന്നവർ കഴിയുന്നതും ആദ്യ കാലഘട്ടത്തിലെങ്കിലും അവനവൻ്റേതായ ഒരു ലോകത്തിലേക്ക് ഒന്നൊതുങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ലോകത്തിലുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് പ്രധാനമായി പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് പരദൂഷണം, പിന്നൊന്ന് ആവലാദികൾ, പിന്നൊന്ന് ആകുലതകൾ. ഇതല്ലാതെ ഈ ലോകത്തിൽ ആർക്കും ഒന്നും പറയാനില്ല. നല്ല വർത്തമാനങ്ങൾ പറയുന്നവർ വളരെ കുറവാണ്. നമ്മുടെ സാധനയുടെ തുടക്കകാലത്ത് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിന്നില്ല എങ്കിൽ വീണ്ടും മനസ്സ് പൂർണ്ണമായും ആ ഒരു ഭോഗജീവിതത്തിലേക്ക് വഴുതിപ്പോകും. ഇതൊക്കെ തുടക്കത്തിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആളുകളിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് നമ്മുടേത് മാത്രമായ ഒരു ലോകത്തിൽ എങ്ങനെ ജീവിക്കും എന്നത് ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ
ഭഗവാനിൽ ഭക്തി കൊണ്ട് രസിക്കുന്നവർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. മാത്രമല്ല, ഇതൊക്കെ എൻ്റെ നല്ലതിനു വേണ്ടിയാണ്, എന്നെ ഉയർത്താൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടാകും. മാത്രമല്ല, ഇത്തരം ആളുകളുമായി കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച് നമ്മൾ നമ്മെ ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ കുറേ നേരം സംസാരിച്ചത് കൊണ്ട് എന്താണ് കാര്യം? ആ പറയുന്ന അവർക്കോ കേൾക്കുന്ന എനിക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ? സമൂഹത്തിന് വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല. വെറുതെ സമയം കളയാൻ. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അപ്പോൾ അതാണ് പറയുന്നത്, പ്രാകൃതജനങ്ങളുമായി വസിക്കരുത്. തികച്ചും ഭോഗകാര്യങ്ങളിൽ മുഴുകുന്നവരെ അവരുടെ വഴിക്ക് വിടുക. നമുക്ക് നമ്മുടേതായ ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുക. അവിടെ നമ്മളും ഭഗവാനും മാത്രം. ഒപ്പം ഭഗവാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരെ നമുക്ക് കൊണ്ടുതരും. അങ്ങനെയുള്ളവരുമായിട്ടുള്ള സംഭാഷണങ്ങൾ വളരെ നല്ലതാണ്. അങ്ങനെ ഏകാന്തേ, അതുകൊണ്ടാണ് ഇവിടെ ഏകാന്തേ എന്ന് പറയാൻ കാരണം, ഇത്തരത്തിലുള്ള താല്പര്യമുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവരുമായിട്ട് സഹവസിക്കാം, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാം. അല്ലാതെ അങ്ങനെ ആരെയും കിട്ടുന്നില്ല എങ്കിൽ ഏകാന്തമായിട്ട് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായിട്ട് എനിക്ക് എന്നെ അറിയണം, എന്നെ അറിഞ്ഞാൽ മാത്രമേ ഈ ലോകത്തിൽ സന്തോഷമായി ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്ത് ഉപനിഷത്ത് വാക്യങ്ങളുടെ അർത്ഥങ്ങളെ മനനം ചെയ്ത് വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ, വൈദികമായ കർമ്മങ്ങൾ, പൂജാതി കർമ്മങ്ങളൊക്കെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ ജ്ഞാനവും അകതാരിൽ ഉറച്ച് ചമഞ്ഞിടും. നമ്മുടെ ഉള്ളിൽ ആ ജ്ഞാനം ഉറച്ചു കിട്ടും എന്നാണ്. അങ്ങനെ ഉറച്ചു കിട്ടുമ്പോൾ മാനസേ വികൽപ്പങ്ങൾ ഏതും ഉണ്ടാകില്ല. വികൽപ്പം എന്നാൽ ഈ ഈശ്വരൻ വേറെ, ഞാൻ വേറെ എന്ന വികൽപ്പം, അത് ഉണ്ടാവുകയില്ല. ഇനി ആത്മാവ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആത്മാവ് എന്തല്ല എന്ന് പറഞ്ഞിട്ടാണ്. ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേൾ, അതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും. അപ്പോൾ എന്താണ് ആത്മാവ് എന്നറിയാൻ ആത്മാവല്ല എന്നറിഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? അതാണ് ആത്മാവ്. അപ്പോൾ ആത്മാവല്ലാത്തത് ദേഹം, അത് ആത്മാവല്ല, ഞാനല്ല. അത് പ്രാണൻ, ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ഇതൊന്നും തന്നെ ഞാനല്ല. ഞാൻ എന്ന ജീവൻ ഇതൊന്നുമല്ല. ഇവറ്റിൽ നിന്ന് മേലെ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ. ഇവയോടൊന്നും ഒട്ടിക്കൂടാത്ത, പറ്റിക്കൂടാത്ത, മാനമില്ലാത്ത, അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത പരമാത്മാവ് താനേ, അത് വേറെ തന്നെയാണ്. നിൽപ്പിതു ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം. ഇതിനോടൊന്നും ചേരാത്തത് കൊണ്ട് നിത്യശുദ്ധമാണ്. എന്നാൽ സാധാരണക്കാരന് അവ്യക്തമാണ്. അത് അറിവായി, ബോധമായി നമ്മുടെ ഉള്ളിൽ തെളിയേണ്ടതാണ്. അതാണ് ബുദ്ധം. തത്പദാത്മാ ഞാനിഹ ത്വത്പദാർത്ഥവുമായി. തത്, ആ ആത്മാവ് എന്താണ്? അത് ത്വത്പദാർത്ഥം, നീയാണ് എന്ന് ഒരു ഗുരു നമ്മളോട് പറയാൻ അതിനനുസരിച്ചുള്ള നമ്മൾ അതിനധികാരികളായി തീരണം. ആ ഒരു ജ്ഞാനത്തെ ഉൾക്കൊള്ളാനുള്ള അധികാരികളായി തീരണം. അങ്ങനെ ത്വത്പദാർത്ഥവുമായി ജ്ഞാനം കൊണ്ട്, ഈ ഗുരുവിൻ്റെ സാമീപ്യത്തിലുള്ള, ഗുരു കടാക്ഷത്താലുള്ള ജ്ഞാനം കൊണ്ട് എന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ഇവിടെ ഭഗവാനാണ് പറയുന്നത്, എന്നെ വഴി പോലെ നിനക്ക് കണ്ടറിയാം. ഇവിടെ ലക്ഷ്മണനോടാണെങ്കിലും
ഇതറിയാൻ ആഗ്രഹിക്കുന്നവരോടായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ. ഏതൊരു അറിവാണോ നമുക്ക് ഭഗവാനെ കാട്ടിത്തരുന്നത്, ആ അറിവ് തന്നെയാണ് ഞാൻ. ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടു തന്നെ. എന്നാൽ ഈ ജ്ഞാനം, അറിവ്, ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ്, നീ ഈശ്വരനാണ് എന്ന് അറിഞ്ഞതുകൊണ്ടായില്ല. അത് വിജ്ഞാനമാകണം, അനുഭവപ്പെടണം. വിജ്ഞാനം കൊണ്ടു തന്നെ ഞാനിതെന്നറിവിന് സാധനമാകയാലേ. അപ്പോൾ ഈ വിജ്ഞാനമാണ് ഞാൻ ആ പരമാത്മാവാണ് എന്ന അറിവ് പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് വിജ്ഞാനമാണ് പ്രധാനം. സർവത്ര പരിപൂർണൻ ആത്മാവ് ചിദാനന്ദൻ, സർവസത്വ അന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ. ഈ ആത്മാവിന്റെ ലക്ഷണം പറയുകയാണെങ്കിൽ സർവത്ര എല്ലായിടത്തും പരിപൂർണമായിട്ടുള്ള ചിത്ത് ആ ബോധസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്, സർവസത്വങ്ങളുടെയും അന്തർഗതനാണ്, അപരിച്ഛേദ്യനാണ്. അങ്ങനെ മുറിച്ച് കളയാനൊന്നും സാധിക്കില്ല. ഇവിടെ ശരീരങ്ങൾ മാത്രമേ വേറെയുള്ളൂ, ആത്മാവ് വേറെയില്ല. എല്ലാറ്റിലും ഒന്ന് മാത്രമേ ഉള്ളൂ. ഏകൻ, അദ്വയൻ. അദ്വയൻ എന്നാൽ രണ്ടില്ലാത്തത്. പരൻ, അവ്യയൻ, ജഗന്മയൻ, യോഗേശൻ, അജൻ, അഖില ആധാരൻ. എല്ലാറ്റിനും ആധാരം ഭഗവാനാണ്, പരമാത്മാവാണ്. എന്നാൽ ആ പരമാത്മാവിനാകട്ടെ വേറൊരാധാരമില്ല. അതുകൊണ്ട് നിരാധാരൻ, നിത്യസത്യജ്ഞാനാദി ലക്ഷണൻ. ജ്ഞാനം കൊണ്ട് മാത്രം നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന സത്യമാണത്. ബ്രഹ്മാത്മകൻ, ബുദ്ധി ഉപാധികളിൽ വേറിട്ടവൻ. നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. ആ ഉപാധിയിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന മായാമയൻ. ഇവിടെ മായയെ സൃഷ്ടിക്കുന്നത്, നമ്മുടെ ആ ഈശ്വരനിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് മായയാണ്. ആ മായയെ സൃഷ്ടിക്കുന്നതും ഭഗവാനാണ്. ജ്ഞാനം കൊണ്ട് ഉപഗമ്യൻ. അറിയണം, ആദ്യം ഇങ്ങനെ ഒരു സത്യം ഉണ്ടെന്ന് അറിയണം, എന്നിട്ടത് വിജ്ഞാനമാകണം. യോഗിനാം ഏകാത്മനാം. ആ ഭഗവാനിൽ തന്നെ ഏകാഗ്രചിത്തത്തോടെ ഇരിക്കുന്ന യോഗികൾക്ക് മാത്രം ജ്ഞാനം ആചാര്യ ശാസ്ത്ര ഔഖ ഉപദേശ ഐക്യജ്ഞാനം. അങ്ങനെ ആ യോഗിയാവാൻ ആഗ്രഹിക്കുന്ന ഒരു സാധകന് ആചാര്യന്റെ ശാസ്ത്ര ഔഖം, ശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങളുടെ ഉപദേശത്താൽ മനസ്സിൽ, ഉള്ളിൽ അത് പ്രകാശിക്കണം, ആ ജ്ഞാനം പ്രകാശിക്കണം. ആത്മനോരേവം, ആത്മാവിൻ്റെ ഉള്ളിൽ, അതായത് നമ്മുടെ മനസ്സിൽ ഇപ്രകാരം ജീവപരയോഹോ, ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ആ ഒരു മൂലവിദ്യ, ഇത് രണ്ടിനും കാരണമായിരിക്കുന്ന ആ പ്രകൃതി, അതായത് പ്രകൃതിയാണ് ഇതിനെ വേർതിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിലേക്ക് ശ്രദ്ധിച്ചാൽ നമ്മൾ ജീവനെ കാണുന്നു, പ്രകൃതി എന്ന ആ ഒരു തടസ്സം നീങ്ങിയാൽ പരമാത്മാവിനെ കാണുന്നു. ഇനി ആത്മനി, നമ്മുടെ ഉള്ളിൽ കാര്യകാരണങ്ങളും കൂടിച്ചേർന്ന് പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന അവിദ്യയും അതിൻ്റെ കാര്യരൂപങ്ങളായ അഹങ്കാരം, ബുദ്ധി, മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, ശരീരം ഇവയോടുകൂടി, അതാണ് കാര്യകാരണങ്ങളും കൂടിച്ചേർന്ന് ലയിച്ചിടുമ്പോഴുള്ള ഒരവസ്ഥയല്ലോ മുക്തി. എന്താണ് മോക്ഷം, മുക്തി എന്നാൽ നമ്മുടെ ഉള്ളിലെ ആ പരമാത്മാവിൽ, ജീവാത്മാവിൽ ഈ അവിദ്യയും അവിദ്യയുടെ കാര്യങ്ങളായ അഹങ്കാരം, ബുദ്ധി തുടങ്ങിയവയും ഒരുമിച്ച് ലയിച്ച് ഇല്ലാതാകുന്ന അവസ്ഥ, പിന്നെ പരമമായ ആനന്ദം മാത്രം. ആ അവസ്ഥയുടെ പേരാണ് മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പത് ആത്മാവൊന്നേ. എന്നാൽ ഈ ലയത്തിലും ലയിക്കാതെ ഈ ആത്മാവ് വേറിട്ടെപ്പോഴും ഉണ്ടാകുന്നു. ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ളവണ്ണമേ പറവാനും. ഇങ്ങനെ ജ്ഞാനത്തെ അറിഞ്ഞ് ഇനി അനുഭവിച്ച്
ഇതിനൊക്കെ വൈരാഗ്യം വേണം. വിഗതം രാഗം, ഈ ലോകത്തിലുള്ള എന്തിനോടെങ്കിലുമുള്ള ആ ഒരു ആസക്തി അതൊക്കെ വിടണം. അത് വിടണമെങ്കിൽ ഈ ലോകം സത്യമല്ല എന്ന തിരിച്ചറിവ് നമ്മൾ ഉൾക്കൊള്ളണം. ആ യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊള്ളണം. എങ്കിലേ വൈരാഗ്യം വരികയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ആ ആത്മജ്ഞാനം ഉള്ളിൽ ഉദിക്കുന്നത്. ഇങ്ങനെ ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇത് ഉള്ളവണ്ണമേ അത് ശരിയായ രീതിയിൽ ആരോടെങ്കിലും പറവാനും ഇതറിവാനും നമ്മുടെ ഉള്ള് അത് അത്രയും ശുദ്ധമായിരിക്കണം. ഈ ജ്ഞാനം ഉള്ളിലേക്ക് എടുക്കാൻ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ അതിനർത്ഥം ഇതാണ്: ആ ജ്ഞാനത്തെ ഉള്ളിലേക്ക് എടുക്കാനുള്ള ചിത്തശുദ്ധി കൈവന്നിട്ടില്ല. അതാണ് ഭഗവാനും പറയുന്നത്, ഉള്ളം നല്ല ഉണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. ഇത് പറഞ്ഞു കൊടുക്കാത്തത്, കാണുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കാത്തതിന് കാരണം ഇതാണ്. ഇത് തിരിച്ചറിയാൻ, അതിനെ ഒന്ന് സ്വീകരിക്കാനുള്ള മനസ്സ് വേണ്ടേ? അതില്ല. കാരണം ചിത്തത്തിൽ അത്രയധികം അശുദ്ധിയുണ്ട്. ആ അശുദ്ധി ഉള്ളവർക്കാർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കാനും സാധ്യമല്ല. പക്ഷേ ഇപ്പോൾ നീ ഈ ചോദിക്കുന്നത് തന്നെ അതറിയാനുള്ള അധികാരിയായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നിനക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉദിക്കണമെങ്കിൽ നമ്മെ അത് ഉപദേശിച്ചു തരാൻ ഒരു ഗുരുവിനെ ആവശ്യമുണ്ട്. എന്നാൽ ഇതൊന്നും വേണ്ടാത്ത ഒരു കാര്യമുണ്ട്: ശുദ്ധമായ ഭക്തി. അതാണ് ഭഗവാൻ പറയുന്നത്, മദ്ഭക്തി ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ. ഇനി ഒരു ഗുരുവിനെ കിട്ടിയിട്ടൊന്നും കാര്യമില്ല, ഭക്തി വേണം. മദ്ഭക്തി ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭം, ഇതൊക്കെ ദുർലഭമാണ്. മദ്ഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരും താനും. അതേസമയം ഭക്തി ഉദിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ സാന്നിധ്യം പോലുമില്ലാതെ നമുക്ക് ആ ഉള്ളിൽ ജ്ഞാനം ഉണ്ടാകും, കൈവല്യം, മുക്തി വരും. കാരണം ഈ ലോകത്തോടുള്ള മോഹം, രാഗം ഇതൊക്കെ ക്ഷയിക്കുന്നതും മുക്തി തന്നെയാണ്. ഇനി അതിനൊരു ഉദാഹരണം പറയുകയാണ്. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണി രാത്രിയിൽ. ഇപ്പോൾ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, ഭഗവത്ഗീത വായിച്ചു, എന്നിട്ട് ജ്ഞാനം നേടാം എന്ന് വിചാരിക്കുന്നത്, അതായത് ഉള്ളിൽ ഭക്തിയൊന്നുമില്ല, അങ്ങനെ ഒരു ശുദ്ധ ഭക്തിയൊന്നുമില്ല, ചിത്തശുദ്ധിയില്ല. പക്ഷേ ഈ അറിവ് കൊണ്ട് നേടാം എന്ന് വിചാരിക്കുന്നത് രാത്രിയിൽ ഇരുട്ടത്ത് നടക്കുന്നത് പോലെയാണ്. അങ്ങനെ നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതേസമയം ഭക്തി എന്നത് കയ്യിൽ കത്തിച്ചു വെച്ച ഒരു വെളിച്ചമാണ്, പ്രകാശമാണ്. അതാണ് തൻ്റെ പദം ദീപമുണ്ടെന്നാകിലോ, തൻ്റെ കയ്യിൽ ഒരു വെളിച്ചമുണ്ടെങ്കിൽ, ഒരു വിളക്കുണ്ടെങ്കിലോ നേരുള്ള വഴി അറിഞ്ഞിടാം ഇതവണ്ണമേ. എങ്ങനെയാണോ രാത്രിയിൽ നമുക്ക് തടസ്സമില്ലാതെ ഒരു വെളിച്ചം കയ്യിലുണ്ടെങ്കിൽ നടക്കാൻ സാധിക്കുന്നത്, അതുപോലെയാണ് ഉള്ളിൽ ശുദ്ധ ഭക്തി ഉണ്ടെങ്കിൽ ജ്ഞാനം പോലും നമുക്ക് തനിയേ കൈവരും. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭഗവാനിലുള്ള ഭക്തിയുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം വളരെ വ്യക്തമായിട്ട് കാണാം എന്നതുകൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ ഇവിടെ ദുഃഖിക്കാൻ ഒന്നുമില്ല. ഇതൊക്കെ നമ്മളായിട്ടുണ്ടാക്കിയെടുക്കുന്നതാണെന്നും നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ ഭഗവാനിൽ ഭക്തി ഉണ്ടാകുമ്പോൾ ഈ ലോകത്തിനോടുള്ള ആസക്തി ഇല്ലാതാകും. അതാണ് ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഈ ലോകത്തെ ശരിയായ രീതിയിൽ കാണണമെങ്കിൽ ഭഗവാനിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാകണം. ഇനി ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവ്. ഭക്തി കൊണ്ട് മാത്രം ഈ ഉള്ളിൽ ഈശ്വരൻ പ്രകാശിക്കും, നൂനം തീർച്ചയാണെന്നാണ് പറയുന്നത്.
ഭക്തിക്ക് കാരണവും എന്തെന്നു കേട്ടാലും നീ. ഇനി ഭക്തി ഉറച്ചു കിട്ടാൻ എന്തു വേണം? മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗമം. ഭഗവാന്റെ ഭക്തന്മാരോടായിരിക്കണം നമ്മുടെ കൂട്ട് എപ്പോഴും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് പ്രാകൃതന്മാരോടുള്ള കൂട്ട് ഒഴിവാക്കണം, സംഘം ഒഴിവാക്കണം. എന്നിട്ട് കൂടുന്നുണ്ടെങ്കിൽ അത് ഭക്തന്മാരോടായിരിക്കണം. മദ്ഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും. ഇനി നമുക്കത്രയും ആഴത്തിലുള്ള നിഷ്കളങ്കമായ ഭക്തി വന്നിട്ടില്ല എങ്കിൽ അങ്ങനെ വന്നു എന്ന് നമുക്ക് ബോധ്യമുള്ളവരെ സേവിച്ചാലും മതി. അവരോട് എന്നും സംസാരിച്ചു കൊണ്ടേയിരുന്നാൽ മതി. ഇനി ഏകാദശ്യാദി വ്രത അനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചുകൊള്ളുകയും. ഭഗവാന്റെ പുണ്യദിനങ്ങൾ ആഘോഷിക്കുക, വ്രതമെടുക്കേണ്ട ദിവസങ്ങളിൽ വ്രതമെടുത്ത്, ഇതൊക്കെ ഭക്തി ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനകളാണ്. പിന്നെ പൂജനം, കഴിയുന്നത്ര ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഭഗവാനെ പൂജിക്കാനായിട്ട് ഒരു പൂജാമുറി തന്നെ ഒരുക്കിയിട്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്തോത്രങ്ങൾ ചൊല്ലി പൂജിക്കുക. വന്ദനം, ഭാവനം, എല്ലായിടത്തും ഭഗവാനെ ഭാവന ചെയ്യുക. ദാസ്യം, ഭഗവാന്റെ ദാസനാണ് ഞാൻ. ഈ ലോകത്ത് ഭഗവാൻ ഏൽപ്പിച്ച ജോലികൾ ഭംഗിയായി ചെയ്ത് എൻ്റെ യജമാനനായ ഭഗവാനെ സന്തോഷിപ്പിക്കുക. അതുമാത്രമായിരിക്കണം ജീവിത ലക്ഷ്യം. ഇനി നല്ല ഭോജനം അഗ്നി വിപ്രാണാം കൊടുക്കുകയും. ബ്രാഹ്മണന്മാർക്ക് അഗ്നിയെ കൊടുക്കുക. അവർക്ക് വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഒപ്പം അവർ ദരിദ്രരാണെങ്കിൽ, ദരിദ്രരായ ബ്രാഹ്മണരുണ്ടെങ്കിൽ അവർക്ക് അന്നദാനം നടത്തുക. ഇനി മത് കഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ. ഇതിൻ്റെ കൂടെ കഴിയുന്നത്ര ഭഗവാനെ കുറിച്ചുള്ള കഥകൾ കേൾക്കുക. ഭഗവാനെ അറിയാൻ നമ്മെ സഹായിക്കുന്ന പുരാണങ്ങൾ പാഠം ചെയ്യുക. അതായത് അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക. മദ്ഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും. ഒപ്പം ഭഗവത് ഭജനം, അതായത് ഭജന പാടി ആ നാമങ്ങൾ എങ്ങനെ സന്തോഷത്തോടെ അത് കീർത്തിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക, അതിൽ സന്തോഷിക്കുക. അതാണ് മുദ. സന്തോഷത്തോടെ ചെയ്യണം ഇതൊക്കെ. അതല്ലാതെ ഇതൊക്കെ ചെയ്താൽ എപ്പോഴോ എനിക്കൊരു പുണ്യം കിട്ടും എന്ന് വിചാരിച്ചല്ല. ചെയ്യുന്ന നിമിഷം തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. ഇത് എല്ലായ്പ്പോഴും വേണം, സന്തതം, എല്ലായ്പ്പോഴും ഇത്തം ഇപ്രകാരം എങ്കൽ വർത്തിക്കും, എന്നിൽ മനസ്സ് വെച്ച് ഇരിക്കുക. അതാണ് ഭക്തി. നിരന്തരം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ഭക്തി. ഇങ്ങനെ വർത്തിക്കും ജനങ്ങൾക്ക് ഒരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും. ഇങ്ങനെ വരുന്ന ആ ഒരു ഈശ്വര അനുസന്ധാനമാണ് ഭക്തി. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഭക്തി തന്നെയാണ് ജ്ഞാനമായി തീരുന്നത്. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമോത്തമന്മാരായുള്ളവർ അവരല്ലോ. അവരാണ് ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ. ഭക്തിയുക്തന് വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും, എന്നാൽ മുക്തിയും വരും. ഭക്തി ഉറച്ചു കിട്ടിയാൽ മതി, ബാക്കി തനിയേ വന്നുകൊള്ളും. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജ്ഞാനവും വിജ്ഞാനവും വൈരാഗ്യവും എല്ലാം വന്നുകൊള്ളും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ. ഇവിടെ ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, നീ ചോദിച്ചതനുസരിച്ച് മുക്തിമാർഗത്തെ താവക, നീ ചോദിച്ച പ്രശ്ന അനുസാരവശാൽ, നീ ചോദിച്ച പ്രകാരം ഉക്തമായതു ഞാൻ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. നിലക്കെന്നാലേ, നിന്റെ നിലക്കനുസരിച്ച്, നിന്റെ ആ ഒരു അധികാര ഭേദമനുസരിച്ച് എത്രത്തോളം അർഹതയുണ്ടോ അത്രത്തോളമേ പറഞ്ഞു കൊടുക്കാവൂ. അങ്ങനെ നിനക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. നിന്റെ നിലയനുസരിച്ച് നിനക്കിത് സ്വീകരിക്കാം. അതാണ് നിലക്കെന്നാലേ ധരിക്ക നീ. കാരണം ഇത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കരുത്. അതാണ് വക്തവ്യമല്ല. ആളും തരവും നോക്കി മാത്രമേ പറയാവുള്ളൂ.
വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം. ഇത് രഹസ്യമാണ്. രഹസ്യം എന്നാൽ പറഞ്ഞാൽ മനസ്സിലാകുന്നവരോട് മാത്രം പറയേണ്ടത്. മമ ഭക്തന്മാർക്കൊഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ. എന്നിൽ ഭക്തിയുള്ളവരോട് മാത്രമേ ഇത് ഉപദേശിക്കാവുള്ളൂ. ഇവിടെ ഭക്തി എന്നതുകൊണ്ട് ആ ഒരു ഭഗവാനിലുള്ള വിശ്വാസം തുടക്കമാണ്. എങ്കിൽ പോലും ഭഗവാനെ അറിയണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. ഭക്തന്മാർക്കൊഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ. ഭക്തൻ എന്നാകിൽ അവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നയാളാണ് എങ്കിൽ അവൻ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അറിവ് ഉണ്ട് എന്ന് പോലും അറിയില്ലായിരിക്കാം. അത്തരക്കാരോട് പറയണം, ഒട്ടും മടിക്കാതെ പറയണം. വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ, അവനിൽ ഉള്ള വിശ്വാസം, അതായത് ഭഗവാന്റെ ഭക്തനാണ് എന്ന് നമുക്കുറപ്പ് വന്നാൽ അവരോട് പറയണം. ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിത്. ഭക്തിയും വിശ്വാസവും ശ്രദ്ധ എന്നാൽ അടിയുറച്ച വിശ്വാസം. ഇങ്ങനെയുള്ള മർത്യൻ ഇത് നിത്യമായി പാഠം ചെയ്യിൽ, ഈ ഒരു ഭാഗം മാത്രം പാഠം ചെയ്താൽ അജ്ഞാനമകന്നുപോകും. ഈ പാഠം ചെയ്യുക എന്നാൽ വെറുതെ വായിക്കുകയല്ല, അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണം. അപ്പോഴേ ഇതൊക്കെ പുണ്യമായി തീരുള്ളൂ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. രാമായണം വായിച്ചാൽ പുണ്യം, ഭഗവത്ഗീത വായിച്ചാൽ പുണ്യം എന്നൊക്കെ പറയുന്നത് വെറുതെ പുണ്യമല്ല. ഈ ഒരു ചിന്ത ഉള്ളിൽ വന്ന് ആ ചിന്തയിലൂടെ കർമ്മങ്ങൾ നല്ലതായി തീരണം. നല്ല കർമ്മങ്ങളാണ് നല്ല ജന്മത്തിന് കാരണമായി തീരുന്നത്. അതാണ് പുണ്യമായി തീരുന്നത്. അല്ലാതെ കേട്ടതുകൊണ്ട് മാത്രം പുണ്യം എന്ന് പറയാൻ സാധിക്കില്ല. ഇനി ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. അപ്പോൾ ഭക്തിയുള്ളവർക്ക്, അങ്ങനെയുള്ളവരെ ഭഗവാൻ യോഗീന്ദ്രന്മാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിത, അവരുടെ ഉള്ളം കൈയിലാണ് മുക്തി എന്നറിഞ്ഞാലും നീ അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് നിഷ്കളങ്കമായ ഭക്തി വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് ഭഗവാന് പറയാനുള്ളത്.